ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ ചില വ്യക്തികളെ കണ്ടിട്ടുണ്ടാവും, ഒത്തിരി ജാഡുള്ളവരാണെന്ന് നാം വിശേഷിപ്പിക്കുന്നവർ. എല്ലാം തികഞ്ഞവരാണ്, പരിപൂർണരാണ്, അവരെക്കാൾ മിടുക്കന്മാർ വേറെ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടര്. ചിലപ്പോഴൊക്കെ ഫോട്ടോഫോബിയ പിടിച്ച വ്യക്തികളെ നാം കണ്ടുമുട്ടിയെന്ന് വരാം. നാം എങ്ങനെയൊക്കെ ഒരു പരിപാടിയുടെ ഫോട്ടോ എടുത്താലും അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ചില ജനങ്ങൾ, അവർ വിചാരം അവരെക്കാൾ യോഗ്യതയുള്ളവര് വേറെ ആരും ഇല്ല എന്നാണ്. ഈശോയുടെ മുമ്പിൽ ഒരു യുവാവ് ഇതുപോലെ തലവെച്ച് കൊടുക്കുന്നുണ്ട്, സ്വർഗത്തിന് അവകാശം ഉന്നയിച്ച്. അവനെല്ലാം നിയമങ്ങൾ അനുസരിച്ചു, ഇനി വേറെ എന്തൊക്കെയുണ്ട്, സ്വർഗത്തിൽ പോകാൻ അവനേക്കാൾ യുവതിയുള്ളവൻ വേറെ ആരുമില്ലെന്നാണ് അവൻ്റെ വിചാരം. അവനെ നോക്കി ഈശോ എന്ന് പറയുന്നുണ്ട്, നിന്റെ സമ്പത്ത് വിറ്റ് നീ ദരിദ്രർക്ക് ദാനം ചെയ്യുക. എല്ലാം തികഞ്ഞവരാണെന്നുള്ള ബോധത്തോടുകൂടി നാം നടക്കുമ്പോൾ ഈശോ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്യാൻ പറയും. എന്തൊക്കെയായിരിക്കാം നമ്മളെ സമ്പത്ത്? ചിലപ്പോൾ അത് നമ്മുടെ അധികാരമായിരിക്കാം, നമ്മുടെ സ്ഥാനമായിരിക്കാം, നമ്മുടെ സുഖസൗകര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സമ്പത്ത് തന്നെയായിരിക്കാം. അതൊക്കെയാണ് നമ്മെ ഭരിക്കുന്നെങ്കിൽ, നമ്മുടെ ലോകം അതാണെങ്കിൽ, അതിനെ വിറ്റൊഴിവാക്കിയാൽ മാത്രമാണ് ഈശോയുടെ രാജ്യം കാണുവാനും ഈശോയെ അനുഗമിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും നമുക്ക് സാധിക്കുക. നമ്മുടെ സമ്പത്തിനെ ഒഴിവാക്കി ഈശോയെ സ്വീകരിക്കാനുള്ള നല്ല അവസരമാണ് ഈ നോമ്പുകാലം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി.